പാലക്കാട് ഷൊർണൂർ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ തമിഴ്നാട് സ്വദേശി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതി ഗൂഡല്ലൂർ സ്വദേശി ഹരികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി മുരുകനാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി M. വിഷ്ണു ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. വിഷ്ണു, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. മുരുകൻ്റേത് കൊലപാതകമാണെന്ന് സൂചനകളുണ്ടായിരുന്നു. എങ്ങനെയാണിത് പോലീസ് സ്ഥിരീകരിച്ചത്? എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഈ മാസം കഴിഞ്ഞ 19-നാണ് ഈ സംഭവം ഉണ്ടായത്. ഷൊർണൂർ നഗരത്തിൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച്, കുളപ്പള്ളി പ്രദേശം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 1.5 വർഷത്തോളമായി ആക്രി പെറുക്കി ജീവിക്കുന്ന ഒരു വയോധികൻ മുരുകൻ എന്നയാളാണ്. ഈ ബസ് സ്റ്റാൻഡിലാണ് രാത്രി അദ്ദേഹം കിടന്നുറങ്ങുന്നതൊക്കെ. ഈ സമയം ഈ 19-ന് ഹരികൃഷ്ണൻ പറഞ്ഞ തമിഴ്നാട് സ്വദേശി ഗൂഡല്ലൂർ സ്വദേശി ഹരികൃഷ്ണൻ ഈ കുളപ്പള്ളിയുള്ള ബിവറയിൽ നിന്നും മദ്യം വാങ്ങുകയും, ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ കയറാത്തൊരു ബസ് സ്റ്റാൻഡാണ്. അതുകൊണ്ട് തന്നെ രാത്രി വിജനമാണ്, ഇരുട്ടാണ്. ഈ ഹരികൃഷ്ണൻ ഈ മദ്യം വാങ്ങി ബസ് സ്റ്റാൻഡിലെത്തുകയും അവിടുന്ന് മദ്യപിക്കുകയുമായിരുന്നു. ഈ സമയമാണ് മുരുകനെ കാണുന്നത്. ഇവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും മദ്യലഹരിയിലായിരുന്നു ഹരികൃഷ്ണൻ. തുടർന്ന് അക്രമത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഈ സമയത്ത് കല്ലുകൊണ്ട് മുരുകന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് ഈ ഹരികൃഷ്ണൻ കടന്നു കളയുകയായിരുന്നു. രാവിലെയാണ് മുരുകന്റെ മൃതദേഹം ഇവിടെ കാണുന്നത്. തലയിൽ മുറിവ് കണ്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് കുളപ്പള്ളി നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടുന്നത്. പെരുന്തമണ്ണ അങ്ങാടിപ്പുറത്തു നിന്നും. തുടർന്ന് പ്രതിയെ ഒറ്റപ്പാലത്ത് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. യെസ് വിഷ്ണു, ഇത് നിസ്സാരമായിട്ടുള്ളൊരു തർക്കം, വാക്ക് തർക്കം, അതിനപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധങ്ങൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടോ? നിലവിൽ അങ്ങനെ വിവരം ലഭിക്കുന്നില്ല. മദ്യലഹരിയിൽ ഉണ്ടായ ഒരു വാക്ക് തർക്കമാണ് കൊലപാതകത്തിൽ കലാശം എന്നാണ് അറിയുന്നത്. സമൂഹത്തിൽ മദ്യത്തിന്റെ ലഹരി മരുന്നിന്റെ ആധിക്യം കൊണ്ട് നിരവധി അക്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുപോലൊരു അക്രമമാണ് ഇവിടെ നടന്നത്. മദ്യലഹരിയിൽ ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് വാക്ക് തർക്കം ഉണ്ടാവുകയും അക്രമം ഉണ്ടാവുകയും കല്ലുകൊണ്ട് തലക്കടിച്ച് ഹരികൃഷ്ണൻ കിടന്ന് കളയുകയുമായിരുന്നു. ഈ സമയം മരണം സംഭവിച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. രാവിലെയാണ് രക്തം വാർന്ന നിലയിൽ ഈ വയോധികനെ മുരുകനെ ഇവിടെ നാട്ടുകാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹരീഷിന്റെ മൊഴിയിലും ഈ ഒരു മുൻവൈരാഗ്യമോ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. വ്യക്തമാണ്. M. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കുളപ്പള്ളിയിൽ ആക്രി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ഇതര സംസ്ഥാനക്കാരനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.